കുരുക്ഷേത്ര യുദ്ധരംഗത്ത് ശത്രുപക്ഷത്ത് നിരന്നിരിക്കുന്ന തന്റെ ഗുരുജനങ്ങളെയും ബന്ധുജനങ്ങളെയും കണ്ട് ആകെ വിവശനായ അർജുനൻ ആയുധം താഴെ വെച്ച് നിൽക്കുന്ന ഒരു ദുഃഖകരമായ ചിത്രമുണ്ട്. അവിടെ കൃഷ്ണൻ അർജുനനെ പല കാര്യങ്ങൾ പറഞ്ഞ് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പ്രചോദിപ്പിക്കുകയാണ്. ജ്ഞാനത്തിന്റെ മഹാത്മ്യമാണ് കൃഷ്ണൻ പറഞ്ഞു തുടങ്ങുന്നത്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ജ്ഞാനമുണ്ടായിരിക്കുക, സർവ ജീവാത്മാക്കളിലും അടങ്ങിയിരിക്കുന്നത് ഒരേ തത്വമാണെന്നും ഒരേ ചൈതന്യമാണെന്നും അതിനെ അറിയുക എന്നുള്ളതാണ് യഥാർത്ഥ ജ്ഞാനമെന്നും അതറിഞ്ഞവൻ ഈശ്വരനുമായി കൂടിച്ചേരുന്നു എന്നെല്ലാം കൃഷ്ണൻ പറയുന്നുണ്ട്. അതിനുശേഷം കർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൃഷ്ണൻ അർജുനോട് സംസാരിക്കുന്നുണ്ട്. കർമ്മം അത് നമ്മളുടെ ധർമ്മം തന്നെയാണ്. നമ്മിൽ നിക്ഷിപ്തമായ കർമ്മം നമ്മൾ ചെയ്തേ മതിയാകൂ. ഇത് രണ്ടും കൂടി കേട്ടപ്പോൾ അർജുനൊരു ചിന്താക്കുഴപ്പമുണ്ടായി. ജ്ഞാനമാണ് ഏറ്റവും വലിയ കാര്യം എന്ന് കൃഷ്ണൻ പറഞ്ഞുവല്ലോ. അതേസമയം എന്തിനാണ് കൃഷ്ണ എന്നോട് യുദ്ധം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത്? യുദ്ധം ഒരു ഘോരകർമ്മമല്ലേ? അത് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന ഒരു പ്രശ്നം അർജുൻ ഉന്നയിച്ചപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, നഹി കശ്ചിൽ ക്ഷണമപി ജാതു തിഷ്ടത്യകർമ്മക്രിൽ കാര്യതേ അവശകർമ്മ സർവ പ്രകൃതിജൈർ ഗുണൈ. ഇതാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യൻ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് അവന് മോചനമില്ല. ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കുവാൻ അവന് സാധ്യമല്ല. അവന്റെ പ്രകൃതി ഗുണം, സത്വ രജ തമോ ഗുണങ്ങൾ അവനെ കൊണ്ട് കർമ്മം ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. 3-ാം അധ്യായം 5-ാം ശ്ലോകമാണിത്. ഈ കർമ്മം എന്ന് പറയുന്നത് വളരെ ഗഹനമായൊരു വിഷയമാണ്. മാനസിക, ശാരീരിക, വാചിക തലങ്ങളിൽ പരന്നുകിടക്കുന്ന ഒരു വലിയ വിഷയം. അവനവനിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതി ഗുണങ്ങളുടെ പിടിയിൽപ്പെട്ട് അസ്വതന്ത്രനായി ഓരോരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നമുക്ക് മോചനമില്ല. അർജുനന്റെ പ്രകൃതി ഗുണം എന്ന് പറഞ്ഞാൽ അത് രജോ ഗുണമാണ്. ക്ഷാത്രവീര്യമാണ് അർജുനനിൽ നിറഞ്ഞിരിക്കുന്നത്. ആ ക്ഷാത്രവീര്യം, രജോ ഗുണം അർജുനനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തൽക്കാലം ഒരു ചിന്താക്കുഴപ്പം ഉണ്ടായെന്ന് മാത്രം. സന്യാസത്തെക്കുറിച്ചൊക്കെ അർജുനൻ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം വെറും വാചകങ്ങൾ മാത്രമാണ്. അതിലൊന്നും വലിയ കാര്യമില്ല. യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് അർജുനന്റെ പ്രകൃതി ഗുണം. എന്തൊക്കെ പറഞ്ഞാലും അത് അദ്ദേഹത്തിന് ചെയ്തേ മതിയാകൂ. ഇതാണ് അർജുനോട് കൃഷ്ണൻ പറയുന്നത്. വേണമെന്ന് യുദ്ധം ചെയ്യേണ്ട എന്ന് കരുതിയാൽ പോലും അർജുനന്റെ പ്രകൃതി ഗുണം അർജുനനെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. ഈ ഒരു കാര്യമാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. ഇത് യുദ്ധം ചെയ്യാനുള്ള ഒരു ആഹ്വാനമല്ല. ഇവിടെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. കാരണം അർജുനൻ ഒരു ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ കർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു വീട്ടുവീഴ്ചയും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. മറ്റൊരു കാര്യം, ഗുണങ്ങൾക്ക് അതീതനല്ല അർജുനൻ. ഗുണങ്ങൾക്ക് അധീനനാണ്. ഗുണങ്ങൾക്ക് അതീതനല്ലാത്തതുകൊണ്ട് സ്ഥിതപ്രജ്ഞനുമായിട്ടില്ല. ഗാന്ധീപം താഴെയിട്ട് തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന അർജുനനെ വിവശത നീക്കുക എന്ന പരമപ്രധാന കർത്തവ്യത്തിലേക്കാണ് ഭഗവാൻ ഇവിടെ പ്രവേശിക്കുന്നത്. ബുദ്ധിപൂർവമായ ഒരു നീക്കമാണത്. ആ സമയത്ത് ആ ബുദ്ധി പ്രയോഗിച്ചില്ലെങ്കിൽ അതിനെ വലിയ ദുരന്തങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതായിരിക്കും. അതുണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നിൽ അർപ്പിതമായ കർമ്മം നമ്മൾ ചെയ്തേ മതിയാകൂ എന്നാണ് കൃഷ്ണന്റെ ഉപദേശത്തിന്റെ കാതൽ. നന്ദി, നമസ്കാരം.